Hi, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഡീനിയം പൂക്കളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരു 4 മാസം മുമ്പ് ഞാനൊരു വീഡിയോ നമ്മുടെ റീപോട്ടിങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂക്കൾ നന്നായിട്ട് നമ്മുടെ ചെടികളിൽ അഡീനിയം ചെടികളിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു വേയിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് എനിക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു 1.5 വർഷമായിട്ടേ ഉള്ളത് നോക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് ഓരോരോ ചെടിയും നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഓരോരോ ചെടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കാലാവസ്ഥ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അത് വെക്കേണ്ട സ്ഥലങ്ങൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ നമുക്ക് തരുള്ളൂ. നമ്മൾ സാധാരണ എല്ലാ ചെടികളും നോക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിനങ്ങനെ നോക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല വെയിലൊക്കെ കിട്ടണം. പക്ഷെ ചിലവർ ഈ മഴയുള്ള സമയത്ത് നമ്മൾ വെക്കും. ഞാനും മഴയുള്ള സമയത്തൊക്കെ വെച്ചിട്ട് കുറേ ചെടികൾ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെ കേടായി, ചിലത് കേടായത് ഞാൻ കുറച്ച് റെക്ടിഫൈ ചെയ്തിട്ട് അതിനെ ജീവിപ്പിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഒറ്റ വീഡിയോയിലായിട്ട് ഒറ്റ സ്ട്രെച്ചായിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു വീഡിയോയിലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിറയെ പൂക്കളിടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. എനിക്ക് പൊതുവെ കുറേ മുമ്പേയൊക്കെ ആകെ 1-2 പൂക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത്രയാ പൂക്കൾ, ഇതെങ്ങനെയത് ഇത്ര തോന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പരീക്ഷിച്ച് കഴിയുമ്പോഴാണല്ലോ ഇത്രയൊരു സക്സസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പൂക്കൾ ഞാൻ ഓൾറെഡി എൻ്റെ ഗാർഡൻ ടൂറിൽ കാണിച്ചിട്ടുണ്ട്, സെക്കൻഡ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നിറയെ ബൊക്കെ പോലെ ഉണ്ടായിരുന്നു പൂക്കൾ കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ അടുത്തൊരു സെക്ഷൻ ഇത് പൂവിട്ട് തുടങ്ങി. ഇത് നമ്മളെ റോസ് ക്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു ലെമൺ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. ഇപ്പം ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കൊഴിഞ്ഞു പോകും. അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാത്തു നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അതിനൊരു ഡൾ ആയിട്ട് തോന്നുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇത് വേറൊരു ടൈപ്പാണ്. ഇതൊരു സിംഗിൾ പെറ്റലാണ്. ഇത് രണ്ടും ഡബിൾ പെറ്റലാണ്. ഇതും ഡബിൾ പെറ്റലാണ്. കുറച്ച് ഹൈറ്റിലിരിക്കണേ. അപ്പം നമ്മൾ ഈ ഹൈറ്റിൽ വെക്കുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ട് കുട്ടിയതാക്കി വെക്കുന്നതാണോ ഒക്കെ അതൊക്കെ പറയാം കേട്ടോ. അതിൻ്റെ ഭംഗി ശരിക്കും നിങ്ങൾ ഈ ഒരു ചെടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടുപേർക്കും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അത്രയും കുട്ടിയായിട്ട് ട്രിം ചെയ്തിട്ട് നമ്മൾ ബുഷാക്കി കൊണ്ടുവരുമ്പോഴാണ് ആ ചെടിക്ക് നല്ലൊരു അഴക് ഉണ്ടാവുക, അല്ലേ, നല്ലൊരു ഭംഗി ഉണ്ടാവുക. ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ്. അപ്പം നമ്മളിത് ട്രിം ഓഫ് ചെയ്യാതെ അതങ്ങനെ നീളിച്ചു പോയിട്ടുണ്ട്. സബ്ലൈൻ ബ്യൂട്ടി എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാം, നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാം. പക്ഷെ ഇതും ഈ ഒരു ചെടിയും രണ്ടും തന്നെയാണ് കേട്ടോ പൂക്കള്. ഇത് വേറൊരു ടൈപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആട്ടോ. അപ്പം നമ്മൾ ഗ്രോത്ത് മിക്സ്ചർ കൊടുത്തപ്പോഴും അതുപോലെ തന്നെ ഫ്ലവറിങ് ബൂസ്റ്റും കൊടുത്തപ്പോഴും അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇതിലും കൂടുതൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അതിൽ ഈ എല്ലാ ശാഖകളിലും എല്ലാ ബ്രാഞ്ചസിലും ഒട്ടുകളാണ്. അപ്പോൾ ശരിക്കും ഭയങ്കര ഒരു അതിശയമായി എനിക്ക് ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. അപ്പം നമ്മളൊരു കാര്യം ചെയ്ത് സക്സസ് ആയി അത് ഫ്ലവറിങ്ങിലൂടെ അത് കാണിച്ചു തരുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം, സമാധാനം. പിന്നെ അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണമല്ലോ ഇതിങ്ങനെ ആയി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ പണിയൊന്നുമില്ല, ശരിക്കും ഏറ്റവും ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ള പ്ലാന്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ വ്യത്യാസങ്ങൾ അതിൽ നോക്കേണ്ട രീതികളിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വെയിൽ, ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ വെയിലത്ത് വെക്കണം നിർബന്ധമായിട്ട്. പിന്നെ മഴക്കാലമാണെങ്കിൽ എന്തായാലും നമ്മളത് മഴ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. അതായത് ഈ കുറച്ച് 2-3 ദിവസം മുമ്പേ നല്ലൊരു മഴ പെയ്തല്ലോ. അപ്പോൾ ഇതിൽ ശരിക്കും നിറച്ച് മൊട്ടുകളുണ്ട്. ഈ മൊട്ടുകൾ ശരിക്കും ആ മൊട്ടിൽ മേലെയോ അല്ലെങ്കിൽ ഇലൻ്റെ മേലെയൊന്നും ശരിക്കും അങ്ങനെ വെള്ളം അങ്ങനെ വീഴാൻ പാടില്ല. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അത് അത്ര കാലം നിൽക്കില്ല, പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അങ്ങനെ ചില മൊട്ടുകൾ കേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മഴയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചത് ഈ മൊട്ട് കേടായിട്ട് മഴവെള്ളം ഇങ്ങനെ വീണിട്ട് കേടായിട്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് മഴ പെയ്തത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വെച്ചതാണ്. മറ്റെന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം മഴ കൊണ്ടു അപ്പോൾ കുഴപ്പമില്ലല്ലോ വിചാരിച്ച് പിന്നെ പിറ്റേന്നത്തേക്ക് മഴ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇതിനെ ഈ ഒരു ചെടീനെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ മഴ പെയ്യുന്നുണ്ട്, കാലാവസ്ഥ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഷെയ്ഡിലേക്ക് വെച്ചിട്ട് കുഴപ്പമില്ല, വെയിൽ കിട്ടുമ്പോൾ മാത്രം അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 10-20ഓളം വെറൈറ്റീസ് ഉണ്ട്. ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം മദർ പ്ലാന്റ്സ് ആണ്.
ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ശാഖകൾ കട്ട് ചെയ്തിട്ട് മാറ്റി പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ സിംഗിൾ പെറ്റലിൽ ഞാനിങ്ങനെ മാറ്റി പിടിപ്പിച്ചത് ഞാൻ തൈ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് എങ്ങനെ അതിനെ ശരിയാക്കാം, എങ്ങനെ പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും പ്രധാനം വെയിലാണ്. വെയിൽ നന്നായിട്ട്, പിന്നെ പ്രൂൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രൂൺ ചെയ്ത് മഴക്കാലത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് പ്രൂൺ ചെയ്യാൻ പറ്റുമോ എന്ന്. മഴക്കാലത്ത് പ്രൂൺ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ശാഖകൾ വരണമെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. അപ്പോഴേ പെട്ടെന്ന് കൂടുതൽ ബ്രാഞ്ചസ് ഇതുപോലെ കുറേ ബ്രാഞ്ചസ് കിട്ടുള്ളൂ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ. ആദ്യം തന്നെ നമ്മൾ ഫ്ലവറിംഗ് ബൂസ്റ്റർ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടി മുമ്പ് ചെടി നല്ല ഹെൽത്തി ആണോ അദ്ദേഹം ചെക്ക് ചെയ്യുക. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടോ, കോഡക്സ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ടോ, പിന്നെ അത്യാവശ്യം ഇലകളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കിളകളൊക്കെ ഒന്ന് പറിച്ച് കളയണം. 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും കിള വരും. അപ്പോൾ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുക്കുന്നോ അതായിരിക്കും ആദ്യം വലിച്ചെടുക്കുക. അതിന് മുമ്പേ നമ്മളത് എടുത്ത് ഒഴിവാക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുക, ജസ്റ്റ് ചെറിയൊരു രീതിയിൽ കേട്ടോ. വേരിനൊന്നും പറ്റാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യണത് എന്തിനാ വെച്ചാൽ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് താഴത്തേക്ക് ചെടിക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റു മേലെ മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കുമല്ലോ. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പൊട്ടാഷാണ് നമ്മൾ ഫ്ലവറിംഗ് ബൂസ്റ്ററിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ വളത്തിൻ്റെ ഷോപ്പിലും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു സ്പൂണാണ് ഉപയോഗിക്കുന്നത്. അത് എല്ലാ ഭാഗത്തും, ഒരു സൈഡ് മാത്രമല്ല എല്ലാ സൈഡിലും, ചെടിക്ക് എല്ലാ സൈഡിലും ഇടണം. ഒറ്റ സൈഡിൽ മാത്രമായിരിക്കില്ല, ഈവനായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഇടുക. ഇതിപ്പോൾ നമ്മുടെ ചട്ടീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. വലിയ ചട്ടിയാണെങ്കിൽ കുറച്ചും കൂടിയും ഒരിത്തിരിയും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് കൂടി പോവുകയും ചെയ്യരുത്. പിന്നെ കോഡെക്സിൻ്റെ മേലൊന്നും പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. എന്താ വെച്ചാൽ ചിലപ്പം ഇത് കെമിക്കൽ ഫെർട്ടിലൈസർ അല്ല. അപ്പോൾ എന്തായാലും ചിലപ്പം അതിൻ്റെ കോഡെക്സിനൊക്കെ ഡയറക്റ്റായിട്ട് നമ്മളതിൻ്റെ മേലിടുമ്പോൾ ചിലപ്പോൾ അത് ബേണായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ 3 ദിവസം അടുപ്പിച്ചിട്ട് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. കണ്ടിന്യൂസ് പറഞ്ഞാൽ ഒരു നേരം ഒഴിച്ചാൽ നന്നായിട്ട് ഒഴിക്കണം പക്ഷേ കേട്ടോ, അത് നിർബന്ധമാണ്. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് കൊടുക്കുക വെള്ളം. പിന്നെ അതിന് ശേഷം 3 ദിവസം കൂടുമ്പോൾ. നോർമൽ കേസിൽ 3 ദിവസമാണ്. പക്ഷെ നമ്മൾ ഈ ബൂസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെറിയ പ്ലാന്റ് ആയിരുന്നു, വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നു. കുറേ ചെറിയ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അത്രയൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. അപ്പം നമ്മൾ വലിയ പോട്ടിലേക്ക് വെച്ചു. അപ്പോൾ പോട്ടിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ചേച്ചി പോട്ട് ചെറിയ പോട്ടിൽ വെച്ചാൽ പോരെ, വലിയ പോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് ചെറിയ പോട്ടിൽ തന്നെയാണ് വെക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ഒരു റിസൾട്ട് എനിക്ക് എന്തായാലും കിട്ടില്ല. ആ ചെറിയ പോട്ടിൽ അതിനത്ര വളവും കാര്യങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പം അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലും നമ്മൾ റീപോട്ട് ചെയ്യണം. ആ മണ്ണൊക്കെ മാറ്റി പുതിയൊരു മണ്ണിലേക്കൊക്കെ മാറ്റി കൊടുക്കണം. പ്ലാന്റ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കോഡെക്സ് ഒക്കെ വലുതായി വേരുകളൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒന്ന് വലിയ സൈസ് പോട്ടിലേക്ക് മാറ്റുകയും ചെയ്യണം. പിന്നെ വേറൊരു നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടെറസിന്റെ മേലെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കുറേ ഉള്ളതിനെ കൊണ്ട് ഇതെല്ലാം കൂടി ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് മേലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ശരിക്കും അവിടെ വെച്ചാൽ ഇത് വലിയ റിസൾട്ട്, നിറയെ പൂക്കൾ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഇല കാണാതെ പൂ വരിക എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തും കേട്ടോ. നല്ല ടെറസിലൊക്കെ ആകുമ്പോൾ വേറെ ഈ ഷെയ്ഡൊന്നും ഇല്ലല്ലോ, മരങ്ങളെ തണലോ ഒന്നും അതിന് കിട്ടില്ല. അപ്പം നല്ല കറക്റ്റായിട്ടുള്ള വെയിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഡെസേർട്ട് റോസ് ആണ് എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ വെയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ടെറസിൻ്റെ മേലെ കൊണ്ടുവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ ഇതിന് എപ്പോഴെങ്കിലും വെള്ളം മതി. വെള്ളം ദാറ്റ് നല്ല വേനൽ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നരാടം വെച്ചിട്ട് ഒരു ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള വെയിലേക്ക്, അപ്പം നല്ല ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റി ആണ്. നാമിക എന്നാണ് ഇതിന്റെ ഒരു പേര്. ഇതിപ്പോ സിംഗിൾ ആണോ ഡബിൾ ആണോ എന്ന് അറിയില്ല എനിക്ക്. പക്ഷെ ഒരു ചട്ടിയത്തെ പൂവ് നിറച്ചും മുട്ടുകൾ ഉണ്ടായി, നിറയെ ഉണ്ടായിരുന്നു. അതായത് എല്ലാ ശാഖകളിലും തിങ്ങി നിറഞ്ഞ ഇല കാണാതെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മഴയോട് കൂടിയിട്ട് അത് മൊത്തം കേടായി. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അപ്പം നമ്മളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടുത്തി വേഗം സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിനെ കൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയിട്ടോ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരിക്കലും എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിപ്പോൾ ഇങ്ങനെ ബ്ലൂം ചെയ്ത് സത്യമായിട്ട് ഇങ്ങനെ ഒരു വിഷ്വലി നമ്മളത് കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഇതുണ്ടാവുക. ഇതിപ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാകും. അപ്പം ഇതാണ് ആ പ്ലാന്റ് കേട്ടോ. ഇതും കുറേ എണ്ണം ഉണ്ട് കേട്ടോ, ഒരു 10-15 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ ചെറുത് വളരെ കുട്ടി പ്ലാന്റ്സ് ആയിരുന്നു. ഇത് വളരെ ചെറിയ പ്ലാന്റ്സ്. ഇതിപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് നന്നായിട്ട് ഗ്രോ ചെയ്തു. ശരിക്കും നമ്മളിങ്ങനെ നീളിക്കാൻ അനുവദിക്കരുത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ട്രിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് ശാഖകൾ വരിക ചെയ്യാം. ഇപ്പൊ ഞാൻ മണ്ണിലായിരുന്നു വെച്ചത്, അടിയിലേക്കൊക്കെ റൂട്ട്സ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിന് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ടൈമായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ വ്യൂവർ, ഇതിൽ ഇങ്ങനെ ചെറിയ പോട്ടിൽ വെക്കുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക. നമ്മൾ വലിയ പോട്ടിലേക്ക് വെച്ചാൽ കൂടുതൽ വേര് വന്നിട്ട് അതിന് പൂക്കൾ ഇടാനുള്ളൊരു ഇത് കിട്ടില്ല എന്ന്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റ് ഇപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞു, ഇപ്പോൾ ഇത്രയും റൂട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞു, നമ്മൾ എന്തായാലും ഇതിനെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ മൊട്ടുകളൊക്കെ ഉണ്ട്, ഇതിലൊക്കെ മൊട്ടുകളുണ്ട്, പക്ഷെ അത് ബ്ലൂം ചെയ്തിട്ടില്ല. ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് അത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ അത് സെയിം ടൈമിനാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കിയതാട്ടോ. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് നോക്കിക്കിയ റിസൾട്ട് സെയിം ഏകദേശം ഒരേ ടൈമിൽ കൊണ്ടുവച്ച പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു റിസൾട്ട് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ഏതാ ഓപ്റ്റ് ചെയ്യുക? നമ്മുടെ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്തായാലും വലിയ ചട്ടിയിലേക്ക് മാറ്റിയേ പറ്റൂ. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു കോഡെക്സ് അതിന് വലുതാവുന്നതിനനുസരിച്ച് പ്ലാന്റിന്റെ ഗ്രോത്തിന് അതിന് ആവശ്യമുള്ള വളങ്ങളൊന്നും ഇപ്പൊ ഇതിൽ കിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളങ്ങളെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇതിൽ ഇത്രയും റൂട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിന് നമ്മൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്തേ പറ്റും. ഷിഫ്റ്റിംഗ് ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. കുറേയൊക്കെ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അഡീനിയം ചെടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിലാണ് ഞാനിത് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ തുടക്കം മുതലേ ബിഗിനിങ് മുതലേ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം, പൂക്കളൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് പൂക്കൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ചെയ്യാൻ ടൈം എടുത്തു. അപ്പോൾ ആ ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പം എന്തായാലും നമുക്ക് റിസൾട്ട് വന്നാലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. മറ്റും നമുക്ക് അങ്ങൊക്കെ അവിടെ നിന്നൊക്കെ ഓരോന്ന് ഇതാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആ ചെയ്തു, ആ റിസൾട്ട് കിട്ടി, അപ്പം ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്കും അതൊരു വിശ്വാസമാവുക അല്ലേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.